അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ ഫിഷ് ടാങ്കിനൊരു ഫിൽറ്റർ ഉണ്ടാക്കണം. ഫിൽറ്റർ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടി നമുക്കുള്ള സബ്മേഴ്സിബിൾ പമ്പാണ്. അത് മേടിക്കാൻ പോണപ്പോൾ മോട്ടർ വാങ്ങാൻ നമ്മളെ പെരിന്തൽമണ്ണ ഒരു അക്വാ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. എന്തായാലും പട്ടാമ്പിയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ഈ പമ്പുകൾ, അതുപോലെ എന്താ പറയുക, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, പിന്നെ ചെടി നടുന്ന പോട്ട്സ്, പിന്നെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പം ഞാൻ മേടിച്ചത് ഒരു 1400 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ വില 750 പറഞ്ഞത്. ഞാൻ കുറച്ച് 50 റുപ്യെങ്കിലും കുറച്ച് തരുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ മൂപ്പര് പറഞ്ഞത് സാധനം മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതിലും താഴ്ത്തി തന്നാൽ മുതലാവില്ല എന്നാണ്. ഏകദേശം ഒരു 6 മീറ്റർ വരെയുള്ള പമ്പുകളാണ്. 6 പറയുമ്പോൾ 18 അടി അല്ലേ? ഇതുണ്ടോ മറ്റേ എന്താ പറയുക, DC? ആ, AC അല്ലാതെ DC ഉണ്ടോ അവിടെ? എത്ര മീറ്റർ പോകും? ഇതാണ് നമ്മൾ മോട്ടർ മേടിച്ചതേ. അതിൻ്റെ മോഡൽ ഏതാ വെച്ചാൽ RS1400 മോഡൽ നമ്പർ. 1600 ലിറ്റർ പെർ അവർ കപ്പാസിറ്റി ഉണ്ട്. 1.5 മീറ്റർ ഹൈറ്റിൽ പമ്പ് ചെയ്യും. 25 വാട്ടാണ് കപ്പാസിറ്റി. 1.25 റെഡ്യൂസറല്ല, റെഡ്യൂസിങ് ബുഷ് എന്നോ പറയും. അപ്പം ഈ ഒരു 3/4 ഇഞ്ച് പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പുറത്തേക്ക് വരണം ഫ്രീ ആയിട്ട്. അതിന് ഇതിൻ്റെ ഉള്ളിലൊരു എഡ്ജ് ഉണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല വീഡിയോയിൽ. ആ എഡ്ജ് കംപ്ലീറ്റ് കളയണം. ഓക്കെ, അവിടെ ഞാനൊരു ഉളി എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് കുത്തിക്കളയാൻ പോവാം. നമ്മൾ ഈ പറഞ്ഞ റെഡ്യൂസറിൻ്റെ ഉള്ളിൽ കൂടെ 1.25 ഇഞ്ചിൻ്റെ റെഡ്യൂസറിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 3/4 ഇഞ്ച് പൈപ്പ് കയറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് 1/4 T. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇനി അടുത്തത് വേണ്ടത് 3/4 ഇഞ്ച് 2 ബെൻഡ്. അപ്പോൾ ഈ ബെൻഡല്ല, അത് എൽബോ ആണ്. ഇത്രയും ഹോള് വേണ്ട നമുക്ക്. അപ്പോൾ ഇതിന് റെഡ്യൂസർ മേടിക്കാൻ കിട്ടും ചെറുതാക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ കുപ്പിയുടെ ഉണ്ട്, മരുന്നിൻ്റെ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസർ ആയില്ലേ. ഇതൊന്ന് മുറിക്കാം. ഓക്കെ, ഇനി ഇത് തീയിലേക്ക് കൊടുക്കുക. ഒന്ന് ഇങ്ങോട്ടും ഒന്ന് നേരെ എതിർ ഭാഗത്തേക്ക്. മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ അടിഭാഗത്ത് ഒരു റെഡ്യൂസർ, 1 ഇഞ്ച് റെഡ്യൂസർ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടില്ലേ ഈ T, അത് നേരെ ഇതിലേക്ക് കയറ്റും. ഓക്കെ, നമ്മൾ ഈ സാധനം ആണല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഒരു 3/4 ഇഞ്ച് 45, അതിലേക്കൊരു 3/4 ഇഞ്ച് MTA, പിന്നെ നമ്മളൊരു ഓസും കണക്ട് ചെയ്തിട്ടുണ്ട് 3/4 ഇഞ്ച്. അതിന് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഇത് ലൂസ് ആവുകൊണ്ട് ഒന്ന് ഒട്ടിച്ചേക്കാം. അത് ഓക്കെ, നമ്മൾ സ്റ്റാൻഡിലേക്ക് വെക്കാം. അപ്പം ഇതിലേക്ക് ഒരു ഗാർഡായിട്ട് നമ്മളൊരു ഇതെന്താ ഒരു സാധനം, നെറ്റ് വെക്കാം. ഇനി അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളെ പച്ച നെറ്റ്, ഷെയ്ഡ് നെറ്റ് കുറച്ചിരിക്കണേ. ഒരു നെറ്റും കൂടി ഉണ്ട് ഇവിടെ, കൊതുകുവല, അതും കൂടി ഇരിക്കും. ഓക്കെ, ഇത് കൊണ്ടുപോയിട്ടേ ടാങ്കിന്റെ മുകളിലേക്ക്. ഇതാ ഇവിടെ. ആ, ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാ ഇതാ, അത് ഈ പൈപ്പിന്റെ ഈ സൈഡ് നമുക്ക് മോട്ടറിലേക്ക് കൊടുക്കാം. വെക്കല്ലേ, ആംഗിൾ വെച്ചിട്ടുണ്ട്. ഔട്ട് വരുന്നതേ ഒരു ബെൻഡ് കൂടെ കൊടുത്തു വിടാം, എന്നാൽ നേരെ താഴേക്ക് ചാടുമല്ലോ.
മറ്റേത് ഒരു കാര്യം മറന്നു, ഈ ടീയിൽ നമുക്കൊരു വാൽവ് കൊടുക്കണം. ഈ ടീ എന്തിനാണെന്ന് വെച്ചാൽ വേസ്റ്റ് നമുക്ക് കുറെ കഴിഞ്ഞാൽ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അടച്ചിട്ടുണ്ട്, ഇനി ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ 1-2 ലീക്കുകളുണ്ട്. ഇത് ലീക്കുണ്ട്, ഇവിടെ ഒരു ലീക്കുണ്ട്. അത് 2 ലീക്ക് നമുക്ക് ഒഴിവാക്കണം. നമ്മുടെ ഫിൽറ്റർ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്കായി. കുറച്ച് ലീക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെയും പടി. അപ്പം അതൊക്കെ ഒന്ന് ഒട്ടിച്ച് ഇവിടെ നമ്മൾ വാൽവ് കൊടുത്തായിരുന്നില്ലേ, അതിന് പകരം ഒരു പൈപ്പ് ഇട്ടിട്ട് ഈ പൈപ്പിന്റെ തറ്റത്ത് വാൽവ് കൊടുത്തു. ഇന്ന് ഓണാക്കി നോക്കാട്ടോ. ഇത് നമ്മൾ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഫിഷിന്റെ വേസ്റ്റ് കളഞ്ഞിട്ട് വെള്ളം ക്ലിയർ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഫിൽറ്റർ ഉണ്ടാക്കി ഇറങ്ങുന്നത്. പിന്നെ അമോണിയ കളയാൻ നമുക്ക് അക്വാപോണിക്സിന്റെ ബഡ് സെറ്റ് ചെയ്യണം. ലീക്കൊന്നുമില്ല അല്ലേ, ഇവിടെ ഒരു ചിലപ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ മോട്ടറിന് ഒരു ടൈമർ ഫിറ്റ് ചെയ്യണം, കാരണം ഇത് കംപ്ലീറ്റ് ഫുൾ ടൈം വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അതേപോലെ പറ്റുവാണെങ്കിൽ ഇതൊന്ന് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യും വേണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.